പ്രോഗ്രാമിൽ നിന്ന് പുറത്താക്കി. അവനത് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് ഞങ്ങളുടെ തീരുമാനം ഇങ്ങനെയാണ്, ഇത് ഞങ്ങൾക്ക് ചെയ്തേ പറ്റൂ മോനെ. ഞാനപ്പോൾ അവനോട് പറഞ്ഞു, മോനെ നീ ഇതൊരു സ്റ്റോറി എങ്കിലും ഇട്. അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ വേണ്ട ചേട്ടാ, അത് കുഴപ്പമില്ല, ഞാൻ ചേട്ടനോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഞാൻ തിരിച്ചൊരു റിപ്ലൈ ഇട്ടു, നിശബ്ദതയാണ് ഭയം, നിശബ്ദതയാണ് ഏറ്റവും വലിയ ശാപം എന്നാണ് ഞാൻ അവന് തിരിച്ചു കൊടുത്ത റിപ്ലൈ. എത്ര കാലം നിങ്ങൾ നിശബ്ദരായിരിക്കുന്നോ അത്രയും കാലം നിങ്ങളുടെ നാട് നശിക്കും. ഉദാഹരണം പറയാം, നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു ഓട പൊളിഞ്ഞു കിടക്കുകയാണെന്ന് വെച്ചോ. ആ പൊളിഞ്ഞു കിടക്കുന്ന ഓട കണ്ടിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് PWDനെ തെറി വിളിക്കുകയാണോ നിങ്ങൾ ചെയ്യേണ്ടത്? അതാണ് ഇന്നത്തെ തലമുറ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഓട പൊളിഞ്ഞു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ നിമിഷം അടച്ചു മൂടുക, അല്ലെങ്കിൽ സ്ലാബ് മാറി കിടക്കുക എന്നുണ്ടെങ്കിൽ അത് പിടിച്ച് അടച്ചിടുക. അല്ലെങ്കിൽ നീയൊക്കെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് രാത്രി ഒരു ഫോൺ കോൾ വരും, രാത്രി വണ്ടി ഓടിച്ചു വന്ന അച്ഛൻ ആ കുഴി വീണ് മരിച്ചെന്ന്, അല്ലെങ്കിൽ അനിയൻ വീണ് മരിച്ചെന്ന്, അല്ലെങ്കിൽ ഭാര്യയും കുട്ടിയും കൂടെ ആ കുഴി വീണ് മരിച്ചെന്നോ അപകടം പറ്റിയെന്നോ വാർത്ത കേൾക്കും. അപ്പം ചിന്തിക്കും, എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് റീച്ച് കൂടിയോ കൂടിയില്ലയോ എന്ന്.